അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ഋഷയ ഊചൂ ഭവതാ കഥിതം സൂതാമഹദാഖ്യാനമുത്തമം. കൃഷ്ണസ്യ ചരിതം ദിവ്യം സർവപാതകനാശനം. സന്ദേഹോത്ര മഹാഭാഗ വാസുദേവകഥാനകേ. ജായത്തെ ന പ്രോച്യമാനേ വിസ്തരേണ മഹാമതേ. വനേ ഗത്വാ തപസ്തപ്തം വാസുദേവേന ദുഷ്കരം. വിഷ്ണോരംശാവതാരേണ ശിവസ്യാരാധനം കൃതം. വരപ്രദാനം ദേവ്യാ ച പാർവത്യായൽകൃതം പുനാ. ജഗന്മാതുശ്ച പൂർണ്ണായ ശ്രീദേവ്യാ അംശഭൂതയാ. ഈശ്വരേണാപി കൃഷ്ണേന കുതസ്ഥൗ സംപ്രപൂജിതൗ. ന്യൂനതാ വാ കിമസ്ത്യസ്യ തദേവം സംശയോ മമ. സൂത ഉവാച ശൃണുധ്വം കാരണം തത്ര മയാ വ്യാസശ്രുതം ച യൽ. പ്രബ്രവീമി മഹാഭാഗ കഥാം കൃഷ്ണഗുണാന്വിതാം. വൃത്താന്തം വ്യാസത ശ്രുത്വാ വൈരാടീസുതജസ്തദാ. പുനഃ പപ്രച്ഛ മേധാവി സന്ദേഹം പരമം ഗതാ. ജനമേജയ ഉവാച സമ്യക് സത്യവതീ സൂനോ ശ്രുതം പരമകാരണം. തഥാപി മനസോ വൃത്തി സംശയം ന വിമുഞ്ചതി.
കൃഷ്ണേനാരാധിതഃ ശംഭോസ്തപസ്തപ്ത്വാതിദാരുണം വിസ്മയോയം മഹാഭാഗ ദേവദേവേന വിഷ്ണുനാ യാ സർവാത്മാപി സർവേഷാം സർവസിദ്ധിപ്രദ പ്രഭു സ കഥം കൃതവാൻ ഘോരം തപ പ്രാകൃതവദ്ധരി ജഗത്കർത്തും ക്ഷമഃ കൃഷ്ണസ്തഥാ പാലയിതും ക്ഷമഃ സംഹർത്തുമപി കസ്മാൽ സ ദാരുണം തപ ആചരൽ. വ്യാസ ഉവാച സത്യമുക്തം ത്വയാ രാജൻ വാസുദേവോ ജനാർദ്ദന ക്ഷമ സർവേഷു കാര്യേഷു ദേവാനാം ദൈത്യസൂദന തഥാപി മാനുഷം ദേഹമാശ്രിത പരമേശ്വര കൃതവാൻ മാനുഷാൻ ഭാവാൻ വർണ്ണാശ്രമസമാശ്രിതാൻ വൃദ്ധാനാം പൂജനം ചൈവ ഗുരുപാദാഭിവന്ദനം ബ്രാഹ്മണാനാം തഥാ സേവാ ദേവതാരാധനം തഥാ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ, ശ്രീമഹാസരസ്വത്यै നമഃ, ശ്രീമഹാകാള്यै നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം ആദ്യത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഋഷികൾ പറഞ്ഞു, സർവപാപനാശകമം ദിവ്യമായ കൃഷ്ണകഥ സൂതാ ഭവാൻ പറഞ്ഞല്ലോ ഉത്തമമായി. വിസ്തരിച്ചു പറഞ്ഞതു കെട്ടെന്നുള്ളിൽ ജനിക്കുന്നു വാസുദേവ കഥകളിൽ സംശയജാലം. വാസുദേവൻ വനത്തിൽ പോയി കഠിനമായി തപം ചെയ്തു വിഷ്ണുവിനംശമായിട്ടും ശിവപൂജയും. പൂർണ്ണയായ ജഗദംബ ശ്രീദേവി തൻ അംശഭൂത പാർവതി ദേവിയും വരം നൽകി വിചിത്രം. കൃഷ്ണൻ ഈശ്വരനായിട്ടും ഇരുവരെ പൂജിച്ചല്ലോ. കൃഷ്ണനു ന്യൂനത എന്ത് എന്നും സംശയം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതം പറഞ്ഞു, അതിനുള്ള കാരണം ഞാൻ വ്യാസവാണിയായി കേട്ടു. അതു ചൊല്ലാം കൃഷ്ണ ഗുണമാകും കഥയും. പരീക്ഷിത്തിൻ പുത്രൻ ജനമേജയനും വ്യാസവാണി കേട്ട നേരം സംശയത്താൽ വീണ്ടും ചോദിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയൻ പറഞ്ഞു, പരമകാരണത്തെ ഞാൻ വേണ്ട പോലെ കേട്ടു, എന്നാൽ മമ മനം സംശയമുക്തമാകുന്നില്ല. ഭയങ്കര തപസ്സിനാൽ കൃഷ്ണൻ ശിവ പൂജ ചെയ്തു. അത്ഭുതം താൻ ദേവദേവനായിടും വിഷ്ണു. സർവാത്മാ സർവേശൻ സർവസിദ്ധിപ്രദൻ പ്രഭുവത്രേ. പിന്നെന്തിനു പ്രാകൃതൻ പോൽ തപസ്സു ചെയ്തു.
ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ ഹേതുവല്ലേ ജനാർദ്ദനൻ എന്തിനാണു തപം ചെയ്തത്? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, അന്നു പറഞ്ഞതു സത്യം, വാസുദേവൻ ദേവകാര്യം നടത്തുവാൻ സമർത്ഥനും ദൈത്യഹന്താവും. എങ്കിലും മനുഷ്യനായി പിറന്നതിനാലെ വർണ്ണ ആശ്രമത്തെ ആശ്രയിച്ചു ജീവിച്ചിടുന്നു. വൃദ്ധപൂജ, ഗുരുജന പാദസേവ ചെയ്തുവല്ലോ. വൃദ്ധപൂജ, ഗുരുജന പാദസേവ ചെയ്തുവല്ലോ. ബ്രാഹ്മണ സേവയും ദേവതാരാധനയും. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, അമ്മേ ശരണം, മായേ ശരണം, അമ്മേ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. അമ്മയെ അറിയാൻ എന്ന ദേവീ ഭാഗവത സപര്യ ഇന്ന് 424 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധം ഇന്ന് ആരംഭിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇതിൽ വിചാരം ചെയ്യുന്നത്. ഇന്ന് ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വിഷ്ണുവിനെ അപേക്ഷിച്ച് രുദ്രനുള്ള ശ്രേഷ്ഠത എന്നാണ് ഈ ആദ്യത്തെ അധ്യായത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഋഷികൾ സൂതനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതാണ് ആദ്യത്തെ 5 ശ്ലോകങ്ങൾ. അതിനു മറുപടിയായി 2 ശ്ലോകങ്ങൾ സൂതൻ്റെ മറുപടി, തുടർന്ന് ജനമേജയൻ്റെ ചോദ്യം,
അത് 4 ശ്ലോകങ്ങളാണ്. അതിന് വേദവ്യാസൻ നൽകുന്ന മറുപടി തുടർന്നുള്ള ശ്ലോകങ്ങൾ. ഋഷികൾ ചോദിക്കുകയാണ്, ഭവതാ കഥിതം സൂതാ മഹദാഖ്യാനമുത്തമം കൃഷ്ണസ്യ ചരിതം ദിവ്യം സർവപാതകനാശനം. സർവപാതകനാശനമായിരിക്കുന്ന സൂതനോട് പറയുകയാണ്, എല്ലാ പാതകങ്ങളെയും എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന ദിവ്യമായ ആ കൃഷ്ണചരിത്രം അത് മഹദാഖ്യാനമുത്തമം, മഹത്താണ്, ഉത്തമമാണ്. ആ ആഖ്യാനം, ആ കഥ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സന്ദേഹോത്ര മഹാഭാഗ വാസുദേവ കഥാനകേ ജായതേന പ്രോച്യമാനേ വിസ്തരേണ മഹാമതേ. ഹേ മഹാമതേ, വിസ്തരിച്ചു പറഞ്ഞു കേട്ട ആ വാസുദേവ കഥയിൽ അത്ര സന്ദേഹ, ഞങ്ങൾക്ക് സന്ദേഹമുണ്ട്, സംശയം ഉണ്ടായിരിക്കുന്നു. സന്ദേഹം ജായതേ ന, ഞങ്ങൾക്ക് ഒരു സംശയമുണ്ടായിരിക്കുന്നു. എന്താ സംശയം? വനേഗത്വാ തപസ്തപ്തം വാസുദേവേന ദുഷ്കരം. വാസുദേവൻ വനത്തിൽ ചെന്ന് കഠിനമായ തപസ്സു ചെയ്തു. വിഷ്ണുവിൻ്റെ അംശാവതാരമായിരിക്കുന്ന അദ്ദേഹം ശിവനെ ആരാധിച്ചു. വിഷ്ണോരംശാവതാരേണ ശിവസ്യാരാധനം കൃതം. വരപ്രദാനം ദേവ്യാച പാർവത്യാ യൽകൃതം പുന. എന്നു മാത്രമല്ല, ജഗന്മാതുശ്ച പൂർണ്ണായ ശ്രീദേവ്യ അംശഭൂതയ, പൂർണ്ണയും ജഗജ്ജനനിയുമായ ശ്രീദേവിയുടെ അവതാരമായിരിക്കുന്ന അംശഭൂതയായ പാർവതീദേവിയും ആ ശ്രീകൃഷ്ണന് വരങ്ങൾ നൽകി. ഈശ്വരേണാഭി കൃഷ്ണേന കുതസ്ഥൗ സംപ്രപൂജിതൗ. കൃഷ്ണൻ ഈശ്വരനായിട്ടും ആ പാർവതീ പരമേശ്വരന്മാരെ രണ്ടുപേരെയും പൂജിച്ചു. അപ്പോ ന്യൂനതാവാ കിമസ്ത്യസ്യ തദേവം സംശയോ മമ. അങ്ങനെ ആരാധിക്കണമെങ്കിൽ അവരെ അപേക്ഷിച്ച് കൃഷ്ണൻ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാവണം, അല്ലേ? അതാണ് ഇപ്പൊ സംശയം. കൃഷ്ണൻ സത്യത്തിൽ എല്ലാ പാതകങ്ങളെയും നശിപ്പിക്കുന്ന ദിവ്യ കഥകൾ ആ ഭഗവാന്റേതാണ്. അങ്ങനെയുള്ള ഭഗവാന് ആ ശ്രീകൃഷ്ണന് ന്യൂനതയുണ്ടോ? അതാണ് സംശയം എന്ന് പറഞ്ഞപ്പോൾ സൂതം പറഞ്ഞു, ശൃണുധ്വം കാരണം തത്ര മയാ വ്യാസശ്രുതം ചെയ്യൽ. അതിന് കാരണം എന്താണ് എന്ന് പണ്ട് വേദവ്യാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രബ്രവീമി മഹാഭാഗ കഥാം കൃഷ്ണഗുണാന്വിതാം. അത് നിങ്ങളോടും പറയാം, കേട്ടോളൂ. നിങ്ങൾ മഹാഭാഗന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. കൃഷ്ണഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃഷ്ണഗുണാന്വിതാം കഥാം പ്രബ്രവീമി, ഞാൻ നിങ്ങളോട് പറയാം. വൃത്താന്തം വ്യാസതശ്രുത്വ വൈരാടീസുതജസ്തദ. വൈരാടീസുതജ ഇതാരാ? വിരാട രാജാവിൻ്റെ മകൾ, അത് ഉത്തര. ഉത്തരയുടെ മകൻ അതാരാണ്? പരീക്ഷിത്ത്. ആ പരീക്ഷിത്തിൻ്റെ മകൻ ആണ് ബുദ്ധിമാനായിരിക്കുന്ന സാക്ഷാൽ മേധാവി എന്നാണ് പറഞ്ഞത്. ആ ജനമേജയൻ വ്യാസൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ സന്ദേഹം പരമം ഗത, വീണ്ടും സംശയചിത്തനായി ചോദിച്ചു. ജനമേജയൻ എന്താ ചോദിക്കണത്? സമ്യക് സത്യവതീ സൂനോ ശ്രുതം പരമകാരണം. സത്യവതീപുത്രനായിരിക്കുന്ന വേദവ്യാസ മഹർഷിയെ പരമകാരണം എന്താണ് എന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു. തഥാപി മനസ്സോ വൃത്തി സംശയം ന വിമുഞ്ചതി. എങ്കിലും എൻ്റെ മനസ്സ് സംശയമുക്തമാകുന്നില്ല, സംശയം തീരുന്നില്ല. കൃഷ്ണേന ആരാധിത ശംഭു തപസ്തത്വ അതിദാരുണം. അതിഭയങ്കരമായ തപസ് ചെയ്ത് കൃഷ്ണൻ ശംഭുവിനെ ആരാധിച്ചു. വിസ്മയോയം മഹാഭാഗ, അതാണ് മഹാഭാഗ എനിക്ക് വിസ്മയത്തിന് കാരണം. ദേവദേവേന വിഷ്ണുന, എന്താ അത്ഭുതം! ദേവദേവനായ വിഷ്ണു യ സർവാത്മാഭി സർവേശ സർവസിദ്ധിപ്രദ പ്രഭു, സർവേശ്വരാണ്, സർവസിദ്ധികൾ നൽകുന്നവനാണ്, പ്രഭുവാണ്. സ കഥം കൃതവാൻ ഘോരം തപ പ്രാകൃതവദ്ധരി. ആ ഹരി പിന്നെ എന്തിനാണ് പ്രാകൃതരെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ ഘോരമായ തപസ്സു ചെയ്തത്? ജഗത്കർത്തും ക്ഷമ കൃഷ്ണസ്തഥാ പാലയിതും ക്ഷമ. ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് സമർത്ഥനാണ് കൃഷ്ണൻ, അതേപോലെ തന്നെ സംരക്ഷിക്കുന്നതിനും സംഹർത്തുമപി, സംഹരിക്കാനും
ആ കൃഷ്ണന് സാധിക്കും. കസ്മാത്സ ദാരുണം തപ ആചരൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഘോരമായ തപസ് കൃഷ്ണൻ ചെയ്തത്? വേദവ്യാസൻ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. സത്യമുക്തം ത്വയാ രാജൻ. രാജാവേ, അങ്ങ് സത്യമാണ് പറഞ്ഞത്. വാസുദേവോ ജനാർദ്ദനഃ ക്ഷമ സർവേഷു കാര്യേഷു ദേവാനാം ദൈത്യസൂദന. ആരാണ് കൃഷ്ണൻ? ആ വാസുദേവൻ. ദേവന്മാരുടെ സർവേഷു കാര്യേഷു ക്ഷമഃ, എല്ലാ കാര്യങ്ങളിലും സമർത്ഥനാണ് കൃഷ്ണൻ. ദൈത്യസൂദനഃ, ദൈത്യഹന്താവുമാണ് ആ ശ്രീകൃഷ്ണൻ. ദൈത്യന്മാരെ, ആ ദാനവന്മാരെ ഒക്കെ കൊല്ലാൻ കഴിവുള്ളവനും കൊന്നിട്ടുള്ളവനുമാണ്. തഥാപി മാനുഷം ദേഹം ആശ്രിത പരമേശ്വര കൃതവാൻ മാനുഷാൻ ഭാവാൻ വർണ്ണാശ്രമ സമാശ്രിതാൻ. എങ്കിലും ആ പരമേശ്വരന്, ആ ഭഗവാന്, സർവനിയന്താവായിരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്ന കൃഷ്ണൻ മനുഷ്യ ശരീരം എടുത്തതുകൊണ്ട് വർണ്ണാശ്രമ സമാശ്രിതാൻ, വർണ്ണാശ്രമങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യഭാവങ്ങളെയും കൈക്കൊള്ളേണ്ടി വന്നു എന്നാണ്. അതുകൊണ്ട് വൃദ്ധാനാം പൂജനം ചൈവ ഗുരുപാദാഭിവന്ദനം ബ്രാഹ്മണാനാം തഥാ സേവ ദേവതാരാധനം തഥാ. മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണനും ചെയ്തു. വൃദ്ധാനാം പൂജനം, വൃദ്ധന്മാരെ, പ്രായമായ ആളുകളെയൊക്കെ പൂജിക്കുക. അതേപോലെ ഗുരുപാദാഭിവന്ദനം ചെയ്വ, ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുക, അവരെ വന്ദിക്കുക. ബ്രാഹ്മണാനാം തഥാ സേവ, അതേപോലെ തന്നെ ബ്രാഹ്മണരെ സേവിക്കുക. പിന്നെയോ ദേവത ആരാധനം തഥാ, ദേവതകളെ ആരാധിക്കുക. ഇതൊക്കെ കൃഷ്ണൻ ചെയ്തു. കൃഷ്ണൻ സത്യം പറഞ്ഞാൽ വാസുദേവൻ എല്ലാത്തിൻ്റെയും നാഥനാണ്. പക്ഷേ മനുഷ്യനായി പിറന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യ നാട്യങ്ങൾ കൃഷ്ണന് വേണ്ടി വന്നു. വേദവ്യാസൻ്റെ ഈ മറുപടിയോടുകൂടി 14-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.